Good morning. Okay, all of you mark the attendance. അപ്പോൾ ഇന്ന് നമുക്ക് പേജ് നമ്പർ 17 ആണ് എടുക്കേണ്ടത് അല്ലേ? 17 പേജ് നമ്പർ 17. അപ്പൊ നമ്മുടെ അക്ഷരദീപ ബുക്ക് മക്കൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? അതുപോലെ 2 ലൈൻ ബുക്ക് ഉണ്ട് നമുക്കൊന്ന്, അതിലൂടെ ഓക്കെ അതെടുത്തോ? ചെവി എടുത്തു. ഓക്കെ, അപ്പൊ എ എന്നുള്ള ചിഹ്നം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് ഏതാണ്? എ എന്ന ചിഹ്നമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ ഏതൊക്കെ ചിഹ്നങ്ങൾ പറഞ്ഞു? ആ, ഇ, ഈ, ഉ, ഊ, ഇറ്, എ, ഐ അല്ലെ, എ. ഇനി എ ആണ് നമുക്ക് പറയാനുള്ളത് അല്ലെ. എ എന്ന ചിഹ്നത്തിന് നമ്മള് ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞില്ലേ? ചെവി, മെതി, ചെടി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? എ എന്ന ചിഹ്നം. ഓക്കെ, അപ്പോ നമ്മുടെ പിക്ചറിൽ എന്താ ഉള്ളത്? പേന. കണ്ടോ പേന? മക്കള് കണ്ടോ? ഇത് പേന, എ എന്ന ചിഹ്നമാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇതിന്റെ ബുക്ക് നിങ്ങളുടെ ബുക്ക് പോലെ കുറച്ച് മാറ്റമുണ്ട്. അപ്പോ എ എന്ന ചിഹ്നം ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് എ ചിഹ്നം അടുത്തതായി അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ ഇതിൽ എന്തായിരിക്കും? മെതി, മതി അങ്ങനെയായിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, ഇതിൽ മാറ്റമുണ്ട് കേട്ടോ വേർഡ്സുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എടുത്ത് നോക്കാം അല്ലേ. ഓക്കെ, ഓൾ ഓഫ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, മതി, മെതി അങ്ങനെയുള്ളത് അല്ലേ ലുബാബ? മതി, മെതി. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എടുക്കാം അല്ലെ. നമുക്ക് ആദ്യം ആ ചിഹ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ എ ചിഹ്നം പറഞ്ഞു. എങ്ങനെയാ എ ചിഹ്നം എഴുതുക മക്കളെ? അറിയാലോ എല്ലാവർക്കും. എ ചിഹ്നം അല്ലെ, എ എന്ന ചിഹ്നം. ഓക്കെ, അത് വൃത്തിയിൽ എഴുതണേ, മിസ്സിന് ഇതിനോട് പറ്റാനില്ല. എ. അപ്പൊ ചായാണെങ്കിൽ ചേ, മായാണെങ്കിൽ മേ, തായാണെങ്കിൽ തേ. നെക്സ്റ്റ് ഏതാ അക്ഷരം വരുന്നത് അതിനോട് എ എന്ന ഉച്ചാരണം വരും അല്ലെ. അപ്പൊ ചെടി, മെതി അല്ലെ, നമ്മൾ അങ്ങനെ തെച്ചി ഒക്കെ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ നമുക്ക് ഏതാണ്? അപ്പൊ എ എന്ന ചിഹ്നം ഏതാ സ്വരാക്ഷരം? എ അറിയാലോ, എ. നെക്സ്റ്റ് എ എന്ന ചിഹ്നമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ, എ എന്ന ചിഹ്നം. അപ്പൊ സ്വരാക്ഷരത്തിൽ എ എങ്ങനെ എഴുതും? അതാദ്യം നിങ്ങൾ ഓർത്തു വെക്കണം. സ്വരാക്ഷരത്തിൽ എ അല്ലെ, എ എന്നുള്ള ചിഹ്നമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ. അപ്പൊ വ്യഞ്ജനങ്ങളുടെ കൂടെ സ്വരങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉച്ചാരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതില് ഇപ്പൊ ഏത് വ്യഞ്ജനത്തോടാണോ ഈ സ്വരം ചേരുന്നത് അപ്പൊ എന്ത് വരും? തായാണെങ്കിൽ തേ. അപ്പൊ ചിഹ്നം എങ്ങനെ എഴുതണം നോക്കിയേ. ഇതാ. ഓക്കെ, ഇതാണ് എ എന്ന ചിഹ്നം. ഓക്കെ, എ എന്ന ചിഹ്നം പഠിച്ചത് എങ്ങനെയാ? ദാ ഇങ്ങനെ ഉള്ളിൽ കൂട്ടിയിട്ട് എഴുതണം കേട്ടോ. ദാ മിസ്സിന് കൃത്യമായി ഇതിൽ മൗസ് കൊണ്ട് കിട്ടുന്നില്ല. ഓക്കെ, എ എന്ന ചിഹ്നം മനസ്സിലായോ മക്കളെ? അത് അപ്പൊ എ എന്ന ചിഹ്നമാണ് ഇത്. അപ്പൊ തായാണെങ്കിൽ എന്താവും മക്കളെ? എങ്ങനെ തായാണ് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് പായാണെങ്കിലോ? അപ്പൊ നെക്സ്റ്റ് ഒരു ഉദാഹരണം എക്സാമ്പിൾ പറയാൻ പറ്റുമോ മക്കൾക്ക്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വെരി ഗുഡ്. മിസ് ചോദിക്കുന്ന ആള് പറയുമ്പോ ഭയങ്കര. ഓക്കെ, എക്സാമ്പിളില് തായാണെങ്കിൽ ചേനാന്ന് എഴുതാം അല്ലെ നമുക്ക്. ചായാണെങ്കിൽ എന്നിട്ട് ഞാ ചേന. നെക്സ്റ്റ് വൺ പേന. എക്സാമ്പിൾ ആണ് മിസ് എഴുതുന്നത്.
Good morning. Pena. Okay. Very good. Ten. Next tenga. Keram. Tenga. Pedi. Pedi ഉണ്ടാവാറില്ല. Pedi. അല്ലേ? എക്സാമ്പിൾ ഒരുപാട്. അപ്പൊ ഇത് മക്കൾക്ക് മനസ്സിലായോ? മേഡം, മേനി. വെരി ഗുഡ് അല്ലേ? കേരളം. വെരി ഗുഡ്. കേരളം എന്ന ചിഹ്നമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കൾക്ക് എല്ലാവർക്കും? എ എന്ന പേരക്ക. ആ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ മക്കൾക്ക്? അപ്പൊ എ എന്ന ചിഹ്നം ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എക്സാമ്പിൾ ചേന, പേടി, പേന, തേങ്ങ, കേരളം. ഉദാഹരണം തേക്ക്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഏതാ പഠിക്കുന്നത്? ഐ എന്ന ഓക്കെ. നിങ്ങൾ ആൻസർ എന്തെങ്കിലും പറഞ്ഞോട്ടെ ചോദിച്ചാൽ മിസ് മ്യൂട്ട് ചെയ്യാതിരുന്നത്. ഇപ്പൊ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയണമെങ്കിൽ കൈപൊക്കിയാൽ മതിയേ, അൺമ്യൂട്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഐ എന്ന ചിഹ്നമാണ്. ഐ എങ്ങനെയാ എഴുതുക? ഐ എന്ന സ്വരാക്ഷരം എങ്ങനെ എഴുതും? എഴുതിയ നിങ്ങള് സ്വരാക്ഷരത്തില് ഐ എന്ന അക്ഷരം ഏതാ? എന്തേ ശകല എഴുതാതിരിക്കുന്നേ? ശകലു വേഗം എഴുതിയേ. ഐ എന്ന സ്വരാക്ഷരം ആദ്യ എഴുതിയില്ല, ഷാസിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാത്തിമ ജാബിറെ എഴുതിയോ? ആയിഷ മാന ഗൾഫിലൊക്കെ എത്തിയല്ലേ? ആ നല്ല മോളായി ഇരിക്കുന്നുണ്ട് ഇന്ന്. ഡെൽവിൻ ബിജു, ഫാത്തിമത്ത് ലുബാബ, അൻവിത പ്രജീഷ്, ഏബൽ സിൻഡോ, സിയ ഫാത്തിമ, വിദ്യുത് റാം, റിയാൻ ടി പി, അഹല്യ, ഉമർ ജാഫർ. ഉമറേ ടേൺ ഓൺ യുവർ വീഡിയോ. ഏദൻ ജെ മാത്യു, അഭിനവ് എസ് ജേക്കബ്, ഫാത്തിമ മെഹറിൻ. നെക്സ്റ്റ് ആദിശ്രീ, ഇഷാനി ഷാനു, എബിൻ ബിജു, ഏദൻ തോമസ്, ഹേൽജോ. വീഡിയോ ഓണാക്കിയ മോനെ. ഓക്കെ, പിന്നെ ആരാ ഉള്ളത്? കുറച്ച് പേരൂടി ഉണ്ടല്ലോ നമ്മുടെ വരാത്തല്ലേ. ഡെൽവിൻ ബിജു, ഹേൽജോ ഫെലിക്സ്. ഓക്കെ, വൈഗ, ഏദൻ തോമസ്, ഇവാന ബിജു. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും ഐ എഴുതിയേ. നമ്മുടെ സ്വരാക്ഷരങ്ങളിൽ ഐ എഴുതാൻ എല്ലാവർക്കും അറിയാലോ. ഐ. ഓക്കെ, വെരി ഗുഡ് ലുബാബ. കുറെ പേര് എഴുതി അല്ലേ? അപ്പൊ ഐ എഴുതി, ഒരു ഹൈഫൺ ഇട്ടേ. എന്നിട്ട് നമുക്ക് ചിഹ്നം എഴുതാലോ. അതിന് എങ്ങനെയാ ചിഹ്നം എഴുതുക? ഈ ചിഹ്നം നമുക്ക് നോക്കാം. എ ചിഹ്നം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എ ചിഹ്നം 2 എണ്ണം എഴുതണം. ഏതാ എ ചിഹ്നം? ഒന്ന് കാണിച്ചു തന്നെ. ഇപ്പൊ മിസ് പഠിപ്പിച്ചേ. എ ചിഹ്നം ഇപ്പം പഠിച്ചതല്ല, തൊട്ട് മുന്നേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എ എന്ന ചിഹ്നം. എ എന്ന ചിഹ്നം എല്ലാ മക്കളും എഴുതിയേ നോക്കട്ടെ. ആരെങ്കിലും ഒരാൾ എഴുതി കാണിച്ചെന്നേ. ഏതാ എ? മനസ്സിലായോ നോക്കട്ടെ. ക്ലിയർ ഇല്ലല്ലോ ഇഷാനി. കുറച്ച് താഴ്ത്തി പിടിച്ചേ മോളെ. സ്ലൈറ്റ് കുറച്ച് താഴ്ത്തി പിടിച്ചേ. നിങ്ങക്ക് മനസ്സിലായോ എന്ന് അറിയാനാണ്. ഓക്കെ, ഇവിടെ ലുബാബ് എഴുതിയിട്ടുണ്ട്. ഇതാ എ. ഓക്കെ, ഇവിടെ ഇഷാനി എഴുതിയിട്ടുണ്ട്, ആദിശ്രീ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അത്ര ക്ലിയർ ആവുന്നില്ല. വൈഗ എഴുതിയിട്ടുണ്ട്, ഏദൻ ജെ മാത്യു എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി അതേ ചിഹ്നം എഴുതണം മക്കളെ. അതാണ് ഐ ചിഹ്നം. എഴുതി നോക്കിയേ. അതേപോലത്തെ ചിഹ്നം ഒന്നുകൂടി എഴുതുക. അപ്പൊ നമ്മൾ ഇതാണ് എ ചിഹ്നം അല്ലേ? ഒളഫിലിസൺ, ഇതാണ് എ ചിഹ്നം. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? മിസ് ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി എഴുതണം. അപ്പൊ ഇതാണ് എന്ത്? ഐ എന്ന ചിഹ്നം. ഐ എന്ന ചിഹ്നം
2 എ ചിഹ്നങ്ങളാണ് എഴുതേണ്ടത്. മനസ്സിലായോ മക്കളെ? യെസ് ആണോ? ഷോ യുവർ തമ്പ്. യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഒന്ന് കൈ കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 2 ഇതാ ഇങ്ങനെ എഴുതണം. ഐ, ഇതാണ് ഐ ചിഹ്നം. അപ്പൊ ഇവിടെ മായാണെങ്കിൽ എന്ത് വായിക്കും മക്കളെ? എന്താ വായിക്കും അറിയാനേ? ഇതെന്താ വായിക്കാൻ? ഐ ചിഹ്നം ഇട്ടിട്ട് ഇത് ഐ ഇട്ടിട്ട് മാ വന്നാ എന്ത് വായിക്കും? മനസ്സിലാവുന്നില്ലേ മക്കൾക്ക്? അപ്പൊ ഈ ഐ ആണ്. അപ്പൊ അവിടെ മാ വന്നാ മൈ അല്ലേ? താ വന്നാലോ? ഇതെഴുതി. എന്നിട്ട് താ വന്നാലോ? അപ്പൊ മൈ തൈ അല്ലേ? അപ്പൊ മൈന. എങ്ങനെ എഴുതും നിങ്ങള്? മൈനാന്ന് എഴുതി നോക്കിയേ. മൈനാന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ മൈ എഴുതിയിട്ടുണ്ട്, നാ എഴുതിയാ മതി. നമ്മൾ പഠിച്ച നാ. അപ്പൊ മൈനയായി. ഓക്കെ, ക്ലിയർ? യെസ് ഓർ നോ? വേണ്ട. മനസ്സിലായോ അഭിനവേ? ഷാസിൽ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ മൈനാന്ന് എഴുതുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ ഇവിടെ ഒരു നാ എഴുതി കൊടുത്തു. വെരി ഗുഡ് ഇഷാനി. മൈന കണ്ടോ? അവളെ എഴുതിയിട്ടുണ്ട്. ഇതാ മൈന. നെക്സ്റ്റ് വൺ തൈര് എന്നൊന്ന് എഴുതി നോക്കിയേ മക്കള്. നമ്മൾ പഠിച്ച രാ ഇല്ലേ? രാ. തൈ ഇടുക, എന്നിട്ട് രാ എഴുതുക. ആദ്യ കുട്ടി എഴുതുന്നുണ്ടോ? ആദ്യം എന്താ അവിടെ പരിപാടി? ആദിശ്രീ, ഷാസിൽ, വിദ്യുദ്രാമേ എവിടെയായിരുന്നു? വില്യ എവിടെ? ഓക്കെ, ഇതാ വൈഗ എഴുതിയിട്ടുണ്ട്. വൈഗ, വെരി ഗുഡ്. വൈഗ എന്ന് എഴുതുമ്പോ എന്ത് ചെയ്യണം? അയച്ചിട്ടു വാ. കണ്ടോ? അവളുടെ പേര് എഴുതിയിട്ടുണ്ട്. വൈഗ, മൈന, തൈര്. ഓക്കെ, ഇതൊക്കെ എഴുതുമ്പോ എന്ത് ചെയ്യണം? അക്ഷരത്തിന് മുന്നായിട്ട് ഈ അയച്ചിട്ടുണ്ട്. ഫാത്തിമ മെഹറിന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഷഹൽ എഴുതി. വെരി ഗുഡ്. നെക്സ്റ്റ് ഇവാന, വേർ ഈസ് യുവർ സ്ലേറ്റ്? ഓക്കെ, ഇഷാനി എഴുതിയിട്ടുണ്ട്. മൈന, തൈര്. രാ എഴുതി ചന്ദ്രക്കല ഇട്ടില്ലേ മക്കളെ? തൈര് എഴുതുമ്പോ രാ എഴുതിയിട്ട് ഒരു ചന്ദ്രക്കല ഇടാറുണ്ട്. ഏബൽ സിൻഡോ എഴുതിയിട്ടുണ്ട്. സിയ ഫാത്തിമ എഴുതിയിട്ടുണ്ട് തൈര്. ഓക്കെ, മൈന. ഫാത്തിമ ജാബിർ. ഇവിടെ അൻവിത പ്രജീഷ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഹേൽജോ. ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ മോനെ. ഡെൽവിൻ ബിജു എഴുതിയോ? ഷഹൽ എഴുതി. അഹല്യ കുട്ടി എഴുതിയോ? ഉമർ ജാഫർ കണ്ടില്ലല്ലോ. ഉമർ ജാഫറിന്റെ സ്ലേറ്റ് ഞാൻ. ആയിഷാമന എഴുതുന്നുണ്ടോ? അഭിനവ്. ഓക്കെ, എല്ലാ മക്കളും എഴുതിയോ? അപ്പൊ തൈര്. നിങ്ങൾ ഐ ചിഹ്നം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ല, അക്ഷരങ്ങളും അറിയാമെങ്കിൽ അല്ലേ? അപ്പൊ തൈര്, മൈന അല്ലേ? നെക്സ്റ്റ് ഇനി എക്സാമ്പിൾ ആർക്കാ പറയാൻ അറിയോ? ഐവിൽ വരുന്നത് ഒരു എക്സാമ്പിള് ആരാ? കൈബന്ധിച്ചോ പറയാനുള്ളവര്? മിസ് അൺമ്യൂട്ട് ചെയ്ത് തരും. ഡെൽവിൻ. ഡെൽവിൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ഇല്ല, ഇത് മ്യൂട്ട് കഴിയില്ല. അൺമ്യൂട്ട്. വെരി ഗുഡ്. കൈത. ഐരാവത് എന്ന് എഴുതുമ്പോ മറ്റേ അയ്യല്ലേ നമ്മുടെ സ്വരാക്ഷരങ്ങളിലെ ഐ. കൈത കറക്റ്റ്. നെക്സ്റ്റ് വൈഗ. വൈരം. വെരി ഗുഡ്, വെരി ഗുഡ്. വൈരം. നെക്സ്റ്റ് ലുബാബ. ലുബാബക്ക് എന്തോ പറയാനുണ്ട്? ചൈന. വെരി ഗുഡ്. ചൈന. അപ്പൊ ഐ ചിഹ്നു ച. നെക്സ്റ്റ് ആദിശ്രീക്ക് എന്താ പറയാനല്ലേ? മൈക്ക്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷാനി ഷാനുവിന് എന്തോ പറയാനുണ്ടല്ലോ? മൈദ. വെരി മൈദയില്ലേ അത്?
മൈദ. അപ്പൊ ഐ ചിഹ്നിട്ടു മാ. അഹല്യക്ക് എന്താ അഹല്യ? അഹല്യ അൺമ്യൂട്ട് ചെയ്തു പറഞ്ഞോ. സൈക്കിൾ മൈന. സൈക്കിളും ഉണ്ട് മൈനയും ഉണ്ട്. ഓക്കെ വെരി ഗുഡ്. സൈക്കിൾ സാ എഴുതി അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ഐ എന്ന ചിഹ്നോടും. മനസ്സിലായോ മക്കൾക്ക്? എക്സാമ്പിൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്തൊക്കെ? തൈര്, മൈന, മൈദ, സൈക്കിൾ, വൈക, വൈരം. നെക്സ്റ്റ് എന്തൊക്കെയാ? കൈത. ഓക്കെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അല്ലേ? ആ അപ്പൊ മനസ്സിലായോ? ഐ എന്ന ചിഹ്നം എ എന്ന ചിഹ്നം 2 തവണ ഇടണം അല്ലേ ശകലേ? എ എന്ന ചിഹ്നം 2 തവണ എഴുതണം. അപ്പൊ നമ്മൾ എ ചിഹ്നം പഠിച്ചു, എ എന്ന ചിഹ്നം പഠിച്ചു, ഐ ചിഹ്നം പഠിച്ചു. ഷാസിൽ മനസ്സിലായില്ലേ ഷാസിൽ? ഓക്കെ ഇനി ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഫാത്തിമ ജാബിർ, ഏബലിന് എന്താ പറയാൻ? ലേബലേ പറഞ്ഞോ മോനെ. ഏബൽസിൻഡോ അൺമ്യൂട്ട് ചെയ്തു പറഞ്ഞു. തൈലം. വെരി ഗുഡ്. തൈലം ഉണ്ടോ? താക്ക് മുന്നില് ഐ എന്ന ചിഹ്നം അല്ലെ? തൈലം. നെക്സ്റ്റ് നമുക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ പേജിൽ എന്തൊക്കെ പഠിച്ചു ഒന്ന് വായിച്ചേ മക്കളെ. ഒറ്റക്ക് വായിക്കു നോക്കട്ടെ. ആരാ ഒരാൾ ഇന്ന് വായിക്കുന്ന ആ പേജ്? ആരാ വായിക്കാൻ അധികം വായിപ്പിക്കാത്തവരുള്ളത്? ഓക്കെ ഫാത്തിമ ജാബിർ ഇന്ന് വായിക്കട്ടെ. ഉറക്കെ വായിക്കണം ആ പേജ്. ശ്രദ്ധിച്ചിരിക്കണേ മക്കള്. അബ്ദുൽ ബാസിത്ത് വന്നിട്ടുണ്ട് അല്ലേ? ഉറക്കെ വായിച്ചേ. ആ പേന. അടുത്തത് ആ ആ ആ ആ വര. നിങ്ങളുടെ ബുക്കിൽ ഉറക്കെ വായിച്ചേ. ആ ശ്രദ്ധ തെറ്റിയില്ല ടീച്ചറെ. ഓളെ അനിയന്റെ ഭാഗത്തേക്കാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നോക്കാത്തെ. എന്തുകൊണ്ടാ? ഓളെ അനിയനെ ഇടുന്ന ഓളെ ബുക്ക് തൊടുന്നുണ്ട് വലിക്കുന്നുണ്ട്, അതിലേക്കാണ് അവളെ ശ്രദ്ധ ഓ തെറ്റുന്നത്. അങ്ങനെ ശ്രദ്ധിക്കരുത്. മിസ്സിനെ ശ്രദ്ധിച്ചേ. ഇങ്ങോട്ട് പാത്തുക്കുട്ടി വേഗം വായിച്ചേ ഉറക്കെ. എല്ലാരും ഇതാ ശ്രദ്ധിച്ചിരിക്കുവാണ്. ആ ആ ഓക്കെ നെക്സ്റ്റ് വൈക ഒന്ന് വായിച്ചേ. വൈകാതെ ആ പേജ്. മിസ്സിന്റെ കയ്യിൽ അതേ വരികളല്ല ഉള്ളത് കേട്ടോ, അതുകൊണ്ടാണ് മിസ് അത് വായിച്ചു തരാത്ത നിങ്ങൾക്ക്. ഉറക്കെ വായിച്ചേ. ആ ആ ആ ആ പേന. ചിഹ്നം നോക്കി വായിക്കണേ, ചിത്രം നോക്കി വായിക്കരുത്. ആ ആ ആ പേട. ആ പേടി. ആ ആ ആ വൈരി. വര വൈരി ആയിരിക്കും അല്ലേ? ഓക്കെ അതെങ്ങനെയാ വായിക്കണ്ടെന്ന് അറിയോ നിങ്ങള്? ഒന്ന് ആ പേജ് കാണിച്ചേ മിസ്സിനെ. ഇത് വല്ലാത്ത ബുദ്ധിമുട്ടല്ല എന്റെ ബുക്ക് മാറിയത്. ആ ആദ്യത്തെ ചെവി, പേന, മൈന. നെക്സ്റ്റ് എന്താ ഉള്ളത്? മതി, മെതി അല്ലേ? ഇഷാനി ഒന്ന് ഉറക്കെ വായിച്ചേ. ഇഷാനി ആ പേജ്. ആരാ ഒന്ന് നീറ്റിലായി വായിക്കുന്നേ? ആ പേന, മൈന, മെതി. ആ മനസ്സിലായോ? ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ്.
ഒരു മിനിറ്റ്. മതി, മെതി. കേട്ടോ? അല്ല, ചിഹ്നങ്ങൾ തമ്മിൽ ഡിഫറൻസ് വരുന്നത് ശ്രദ്ധിക്കണം നിങ്ങള്. മതി, മെതി. നെക്സ്റ്റ് എന്താ അടുത്തത് വായിച്ചേ? പടയാണോ ആദ്യത്തത്? പട, പേട. കണ്ടോ? എ ചിഹ്നം വരുമ്പോ ആ ഒരു പാക്ക് മുന്നിൽ എ എന്ന ചിഹ്നം വന്നപ്പോ ആകെ മാറി അല്ലേ? അതുപോലെ ഇപ്പം വര, വൈരി. ആദ്യത്തത് ഐ ചിഹ്നം ഇല്ലാതെ വാ എഴുതുന്നത്, അപ്പൊ എന്ത് വായിക്കും? വര അല്ലേ? പിന്നെ വൈയിട്ടാലോ വൈയായി. പിന്നെ രാക്ക് വള്ളിയിട്ട വൈരി അല്ലേ? ചിഹ്നങ്ങള് വളരെ വാക്കുകളില് ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ ആ ഭാഗേ മാറിപ്പോ. ആ വായിച്ചോ. ആ വരിയാണോ വൈരി? ആ വര, വൈരി. ആ ചെടി, ചേന, തൈര്. അടുത്തൊരു ചേനയുടെ ഒരു ചിത്രമില്ലേ? എന്താ അവിടെ ഉള്ളത്? വായിച്ചു നോക്കിയേ. കുണ്ടിലിരിക്കും കുട്ടൂസ്, കുട പിടിക്കും കുട്ടൂസ്. അല്ലേ? ആരാ? ചേനയാണ്. കുണ്ടിലിരിക്കുവല്ലേ? എന്താ കുഴിയിലാണ് ഇരിക്കുക. അത് കുട പിടിക്കും കുട്ടൂസ്. അതിന്റെ ഇല എങ്ങനെയാ ചേനയുടെ? കുട പോലെയാണ് അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചേന? യെസ് ഓർ നോ? ചേന കണ്ടിട്ടുണ്ടോ മക്കളെ? യെസ്. ഒന്ന് നോക്കണം കേട്ടോ, അടുത്തിടെങ്കിൽ ചേന ഉണ്ടെങ്കിൽ. എങ്ങനെയുണ്ടാവും? നല്ല പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഉണ്ടാവും. അതുകൊണ്ടാ പറഞ്ഞ കുണ്ടിലിരിക്കും കുട്ടൂസ്, കുട പിടിക്കും കുട്ടൂസ്. അപ്പൊ നിങ്ങളത് ചെവി, പേന, മൈന. അപ്പൊ ആ താഴെ ചെവിന്ന് എഴുതാനില്ലേ മക്കളെ? ഡോട്ടില് എഴുതിയോ? ഡോട്ട് ഇട്ട് വെച്ചിട്ട് ചെവിന്ന് എഴുതാനില്ലേ? എല്ലാവരും എന്ത് ചെയ്യുക? പെൻസിൽ എടുത്ത് അത് എഴുതിയേ. ഡോട്ട് കംപ്ലീറ്റ് ചെയ്തേ. ചെവി. അതിന്റെ മുകളിലേ എഴുതിയേ ചെവി. നെക്സ്റ്റ് വൺ പേന, നെക്സ്റ്റ് വൺ മൈന. ഓക്കെ, ആദിശ്രീ എഴുതിയല്ലേ? അപ്പോ അത് കംപ്ലീറ്റ്. അപ്പൊ എ എന്ന ചിഹ്നം, എ എന്ന ചിഹ്നം, ഐ ചിഹ്നം. അപ്പൊ മതി, മെതി, പട, പേടി, വര, വൈരി. അത്രയായിരിക്കും നിങ്ങളെ അല്ലേ? വര, വൈരി. നെക്സ്റ്റ് ചെടി, ചേന, തൈര്. കുണ്ടിലിരിക്കും കുട്ടൂസ്, കുട പിടിക്കും കുട്ടൂസ്. ഓക്കെ. നെക്സ്റ്റ് ആരാ? ഒരാളും കൂടെ വായിച്ചോ. ആരാ വായിക്കുന്നേ? ഷകലൊന്ന് വായിച്ചേ. ഷകലേ ഉറക്കെ വായിക്കണം. ആ കുണ്ടിലിരിക്കും വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ലുബാബ. ലുബാബ വായിച്ചേ. ലുബാബ ഉറക്കെ വായിച്ചേ പേജ്. പേന, മൈന, മതി, മെതി. അങ്ങനെ വായിക്കാം. പട, പേട, വര, വൈരി, ചെടി, ചേന, തൈര്. കുഞ്ഞിലിരിക്കും കുട്ടൂസ്, കൊട പിടിക്കും കുട്ടൂസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? മതി, മെതി, പട, പേട, വര, വൈരി. ചിഹ്നങ്ങൾ വരുമ്പോ ആ അക്ഷരങ്ങൾ വായിക്കുന്നതിന്റെ ഡിഫറൻസ് ശ്രദ്ധിക്കണേ. മത അല്ല, ആദ്യത്തെ എന്താ? മതി. മതി എന്നാണോ ആദ്യത്തെ? എന്താ നമ്മൾ വായിച്ചേ? മതി, മെതി അല്ലേ? ഓക്കെ. അപ്പൊ അത്ര പോലെ ഒരു ചിഹ്നം മാറ്റം വരുമ്പോ നിങ്ങൾക്ക് ആ വാക്കുകൾ വായിക്കുന്നതിന് ഡിഫറൻസ് ഉണ്ട്. വര, വൈരി. ഇപ്പൊ
അപ്പൊ ആദ്യത്തിന് ഐ ഇല്ല അല്ലെ. അപ്പൊ വര എന്നുള്ളത് വള്ളി ഇട്ടിട്ടാണെങ്കിൽ എന്താ വായിക്കും നിങ്ങള്? ഇപ്പൊ മിസ് ഒന്ന് എക്സാമ്പിൾ ഒന്ന് ഇവിടെ കാണിച്ചു തരാം. നോക്കട്ടെ നിങ്ങൾ എത്ര മാത്രം പഠിച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, മിസ് ഇവിടെ എഴുതുന്ന ഒന്ന് വായിക്കണേ. ഇതെന്താ വായിക്കുവോ മക്കളെ? മിസ് ചോദിക്കുന്ന ഒരാൾ പറയണേ കേട്ടോ. എന്താ വായിക്കുക ആദ്യ? ഇതെന്താ വായിക്കുക ആദ്യ? ഇപ്പൊ മിസ് ഇവിടെ എഴുതിയത് വര. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. അടുത്തത് ഇതെന്താ വായിക്കുക ആദിശ്രീ? വരി. കണ്ടോ, ആ രാക്കൊരു വള്ളി നമ്മൾ ഈ ചിഹ്നം ഇട്ടപ്പോ ആകെ മാറി, വര വരിയായി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഇവിടെ തന്നെ മിസ് ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി കേട്ടോ. വിദ്യുദ്രാം. ഇതെന്താ വായിക്കോ വിദ്യുദ്രാം? വൈരി അല്ലെ. എന്ത് ചെയ്തു മിസ്? ആദ്യം വര എഴുതി, അതിനുശേഷം വരീനാണ് വായിച്ചത് അല്ലെ. നെക്സ്റ്റ് ഇവിടെ വൈ ഇട്ട സമയത്ത് എന്തായത്? വൈരിയായി അല്ലേ. ഓക്കെ, ഇത്രയും മാറ്റങ്ങൾ വരുവേ ചിഹ്നങ്ങൾ വരുമ്പോ. വായിക്കുമ്പോ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, അത് ക്ലിയർ ആയോ? അപ്പൊ 3 ചിഹ്നങ്ങൾ ക്ലിയർ ആയോ ഇന്ന്? എ എ ഐ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് പോയിക്കൂടുവോ? വായിക്കാൻ പഠിച്ചോ മക്കളെല്ലാവരും? അത് യെസ് ഓർ നോ ഒന്ന് തമ്പ് കാണിച്ച വായിക്കാൻ പഠിച്ചവര്, ആ പേജ് വായിക്കാൻ പഠിച്ചവര്. ആയിഷക്ക് വായിക്കണോ? ആയിഷ ആ വായിച്ചോ. ആയിഷ കരയുന്നുണ്ട്, എന്തിനാ? വായിക്കാനാണെന്ന് തോന്നുന്നു. വായിച്ചോ. മൈന, മതി മെതി, ചെടി, ഓക്കെ വെരി ഗുഡ്. താഴെ എന്താ? കുണ്ടിലിരിക്കും കുട്ടൂസ്, കുട പിടിക്കും കുട്ടൂസ് അല്ലേ. ഓക്കെ വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ആർക്കെങ്കിലും വായിക്കണമെന്നുണ്ടോ ഇത്? ഓക്കെ, ഷാസിൽ. ഷാസിൽ ഒന്ന് ഉറക്കെ വായിച്ചേ, എല്ലാരും കേൾക്കട്ടെ. മതി മെതി. ഷാസിലെ വര വൈരി. എല്ലാവർക്കും നെറ്റ് പ്രോബ്ലം ആണ്. പറഞ്ഞ മോനെ? കേൾക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആർക്കാ വായിക്കണ്ടേ? ആ വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആദിശ്രീ. ഉറക്കെ വായിക്ക ആദിശ്രീ. തൈര്. ഓക്കെ വെരി ഗുഡ്. കുണ്ടിലിരിക്കും കുട്ടൂസ്, വെരി ഗുഡ്. നെക്സ്റ്റ് റിയാൻ. റിയാൻ കൈപൊക്കുന്നുണ്ടായിരുന്നു.
ചെറിയാനെ ഉറക്കെ. ചെവി ഉം ചെവി പേന ഉം മൈന ഉം മതി ഉം മെതി ഉം പട ആ പേട ഉം പട ഉം പേട ഉം വരി പേന ആ വലി ഉം വര ഉം വൈരി ഉം തൈര് ഓക്കെ വെരി ഗുഡ്. കുട്ടൂസ് ആ പിടിക്കും കുട്ടൂസ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് ആദ്യ മധു കൈവക്കുന്നുണ്ട് അല്ലേ? ചെവി ചെവി ഉം. പെന്ന ഉം. മൈന ഉം. മതി ഉം. മിതി ഉം. കട ഉം. എട ഉം. വര ഉം. വരി ഉം. ഉം. ചെടി ഉം. ചെ- ഉം. പേന ആ തൈര് ആ തുണ്ടിലേക്കും തൊട്ടൂസ് കുട്ടൂസ് കുട പിടിക്കും. തൊട്ടൂസ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ഡെൽവിൻ ബിജു. ചെവി ആ പേന ഉം. മൈന ഉം. മതി ഉം. മെതി എതി പട പട പേട പേട ഉം. വര വര വൈരി വൈരി ആ ചെടി ഉം. ചേന തൈ തൈര്. ആ ഓക്കെ വെരി ഗുഡ്. കുണ്ടിലിരിക്കും കുട്ടൂസ് കുട കുട്ടിലിരിക്കും കുട്ടൂസ് കുട പിടിക്കും. കുട്ടൂസ്. വെരി ഗുഡ്. നെക്സ്റ്റ് അൻവിത. കൊറേ സമയമായിട്ട് കൈവക്കുന്നുണ്ട് അൻവിത. ചെവി ഉം. മതി ഉം. കൊതി ഉം. 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 ചെടി പേന ഉം. പേനം ഉം. പേട ഉം. ചേന ഉം. മൈന ഉം. തൈര് വര വൈര് ഉം. തേര്. കെ ആ കുണ്ടിലിരിക്കും കുട്ടൂസ് കുട പിടിക്കും. കുട പിടിക്കും കുട്ടൂസ്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഉമർ ജാഫർ. ഉമർ ജാഫർ. അപ്പൊ എല്ലാ മക്കളെയും നല്ലപോലെ വായിക്കണേ. ഓക്കെ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി വായിക്കണം ചിഹ്നങ്ങളുടെ. ഉമറെ അൺമ്യൂട്ട് ചെയ്തേ ഉമറെ. മോനെ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കണ. ചെവി പേന മൈന മത്തി മെതി പട പട്ട പെട്ടി ചിഹ്നം നോക്കി വായിച്ചേ. വര ആ അയച്ചിന്നില്ലേ? ആ ഇനി വൈരി വള്ളിയില്ലേ? ആ ചെടി ചേന ആ ചിഹ്നം നോക്കി വായിച്ചേ. ഏത് ചിഹ്ന മിസ് പറഞ്ഞത്? അടുത്തത് തൈ. ആ തൈര്. തൈ കാണുമ്പോ തൈന മൈനയാന്ന് വിചാരിച്ചത്.
കൊണ്ടിലിരിക്കും കുട്ടൂസേ കൊട പിടിക്കും കുട്ടൂസേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കാനുള്ളത് ഇനി? ഇനി ആരാ വായിക്കാത്ത കുറെ പേരുണ്ടല്ലോ. ഏതൻ തോമസ്, ഒരു മിനിറ്റേ ഉള്ളൂ, വേഗം വായിച്ചേട്ടെ. അഭിനവ് വിട്ടത്രേ. ഓക്കെ, മെതി ചിഹ്നം.